എൻ്റെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് തന്നെ തോന്നിയോണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ മറന്നു. ഓൾറെഡി ഞാൻ ലേറ്റാണ്, ഇനി ലേറ്റേക്ക് കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് വീട്ടിൽ വിളിക്കാൻ പോലും സമയം കിട്ടാറില്ല. പിന്നെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛൻ പോലീസിലാട്ടോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ അച്ഛൻ ഒരു 20 മിനിറ്റിൽ എന്നെ വിളിക്കും. അതിന് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ടാണ്. ഇതിൻ്റെ അച്ഛനുള്ള ട്രോളല്ല, അച്ഛനൊക്കെ വിചാരിക്കുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ അച്ഛന് ഭയങ്കര അഭിനയാണ്. അച്ഛനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇറക്കണ്ട. അച്ഛൻ്റെ ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട്, അപ്പം ഞാൻ അടുത്ത് തന്നെ അച്ഛനെ കുറിച്ച് 10 പറയാനുണ്ട് എനിക്ക്. അപ്പം ഞാൻ പറയാം. ഇതിൻ്റെ ഒരു കുഞ്ഞും കെട്ടടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പുട്ടി ഇടിച്ചിട്ടൊന്നും പോകുന്നൊരു കുട്ടിയല്ല. പിന്നെ നാട്ടിൽ വെച്ച് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, അതെല്ലാവരും പറയാറുണ്ട്. എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇപ്പം പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടോ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് കുഞ്ഞു മാറ്റങ്ങൾ പറയുമ്പോൾ നിങ്ങളവർക്ക് ഞാൻ ഭയങ്കര മെച്ചറായിട്ടുള്ള കച്ചാണ്. ഒരിക്കലല്ല, എന്നെ കണ്ടാലും പഠിക്കണമെന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നെ കണ്ട് മൊത്തം പഠിക്കണമെന്ന് പറയില്ല, എനിക്ക് കുറേ നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ. ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കമന്റിൽ ആരും കമന്റ് ഇട്ടില്ലല്ലോ എന്നൊന്നും പറയണ്ട. എന്റെ വീട്ടുകാരും തന്നെ അത്ര എന്നെ അങ്ങനെ ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണ പോലെ ആവില്ല അത്, അതുകൊണ്ടായിരിക്കും അവർ പറയാൻ. ഞാൻ ആശ്വസിച്ചോളാം. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെയുള്ള എന്റെ കേട്ടാടി വരുന്നത്. ഇനി നമുക്കൊക്കെ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം, തിരിച്ചു വരണം. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന കണ്ട് മടുത്തുണ്ട്. എല്ലാവരും വെച്ചാൽ എൻ്റെ വീട്ടിലുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ യൂണിഫോം ഇട്ട് പോകുന്നത് കാണിക്കുന്നില്ല. എന്തായാലും എനിക്ക് പോകേണ്ട ബസ്സാണ് പോയത്. അപ്പോൾ ഓക്കെ, ബൈ.